ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ വീഡിയോ എടുക്കാനായിട്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. നല്ല ഒരു തണുപ്പും നല്ല സുഖമാണ്. ദേ എൻ്റെ ചെടികൾ. അപ്പോൾ ഈ ചെടികളിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. അപ്പോൾ ദേ രാവിലെ ചായയൊക്കെ ഇടുകയാണ്. റേഷനാണ് കേട്ടോ ചായ ഇടുന്നത്. എനിക്ക് അങ്ങനെയാണ്, ഞങ്ങൾ രണ്ടുപേരും മാറി മാറിയാണ് ചായ ഇടുന്നത് എപ്പോഴും. ചില ദിവസം അണ്ണനിടും, ചില ദിവസം ഞാനിടും. അപ്പോൾ നമ്മുടെ ഹോട്ടലിലെ നല്ല ഗ്രേവിയുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ അതിന് ചെറിയ ഒരു തരം സബോളയാണ് കേട്ടോ എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തു, തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊക്കെ അരിഞ്ഞെടുത്തു. അപ്പോൾ ചീനച്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തു. പിന്നെ വറ്റൽമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, സബോള ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഗ്രേവിയുള്ള നല്ല അടിപൊളി ഒരു മുട്ടക്കറിയാണ് കേട്ടോ. നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നല്ല ഗ്രേവിയോടുകൂടി കിട്ടത്തില്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ എണ്ണയിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടു. അതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടു കേട്ടോ. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വാടട്ടെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? ഇവിടെയും സുഖമായിട്ടിരിക്കുന്നു. ദേ നമ്മുടെ മുട്ടയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ അതിന് ശേഷം ദേ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് വാടി വരട്ടെ. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കടുക് ഇട്ടായിരുന്നു കേട്ടോ. എണ്ണ ഒഴിച്ച് നമ്മൾ ആദ്യം തന്നെ കടുക് വറക്കണം കേട്ടോ. കടുക് വറുത്തിട്ട് വേണം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, വറ്റൽമുളക്, കറിവേപ്പില, സബോള, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി. അതിന് ശേഷം ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു തക്കാളി നന്നായിട്ട് നമ്മുടെ മിക്സിയിൽ ജാറിലിട്ട് നല്ല ജ്യൂസായിട്ട് ഞാൻ എടുത്തു കേട്ടോ. നല്ല ജ്യൂസായിട്ട് ഞാൻ എടുത്തു. അപ്പോൾ അതിന് ശേഷം അതവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം ഇത് നമ്മുടെ മല്ലിപ്പൊടിയാണ് കേട്ടോ. ഞാൻ ക്യാമറ ഫോൺ പിടിച്ചതിൻ്റെ എന്തോ ഒരു മിസ്റ്റേക്ക് കാണുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. ഏകദേശം കറിയൊക്കെ വെക്കാൻ അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇപ്പോൾ മല്ലിപ്പൊടി 1 സ്പൂണോ 2 സ്പൂണോ നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു കൈക്കണക്കിനിടുക. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാൻ അങ്ങനെ വലിയ പാചകക്കാരിയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതും എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കുന്നതൊക്കെയാണ് ഞാൻ ഈ ചെയ്ത് എല്ലാവരെയും കാണിക്കുന്നത്. ആരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവള് ഭയങ്കര പാചകക്കാരിയാണെന്നൊന്നും വിചാരിക്കരുത്. അതിനുശേഷം ഈ തക്കാളിയുടെ ഒരു പ്യൂരി ഉണ്ടല്ലോ, ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ? ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകട്ടെ. അപ്പോൾ ആരും അങ്ങനെ വിചാരിക്കരുത് കേട്ടോ, ഇവള് വലിയ പാചകക്കാരി, ഇവർക്ക് എല്ലാം അറിയാം, അങ്ങനെയൊന്നുമില്ല. നമ്മളിവിടെ വെക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ. പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ പണ്ട് ഞാനിത് പറഞ്ഞിട്ടുണ്ട് പഴയതൊരു വീഡിയോയിൽ. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മീറ്റ് മസാലയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മീറ്റ് മസാല കുറച്ചിട്ട് കൊടുക്കുക. ഞാനിങ്ങനെ കുടഞ്ഞിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. സ്പൂൺ കണക്കൊന്നും അങ്ങനെ വലിയതായിട്ടൊന്നും കാണിക്കില്ല. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ഒരു മുട്ടക്കറിയാണ്. സംഭവം അടിപൊളിയായിരുന്നു. ഒരു പ്രാവശ്യം വെച്ചു, സൂപ്പറായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങളെ കാണിക്കാം, എൻ്റെ ഫ്രണ്ട്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. എരിവിനനുസരിച്ച്. ആ പച്ചമുളകിനൊന്നും വലിയ എരിവില്ല കേട്ടോ, ഒട്ടും എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ അതേ മുളക് പൊടി ഇട്ട് കൊടുത്തു. നല്ലൊരു ഗ്രേവിയായി. അതിനുശേഷം തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഓരോ മുട്ടയായിട്ട് ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ എത്ര പേരുണ്ടോ അതിനനുസരിച്ചുള്ള മുട്ടയൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ. കൂടുതലൊന്നും എടുക്കില്ല. ഞങ്ങളിവിടെ 4 പേരുണ്ട്, 4 പേർക്കുള്ള മുട്ട, അല്ലാതെ കൂടുതൽ അങ്ങനെ ഒരുപാട് അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ അതേ മുട്ടക്കറി, നല്ല ഗ്രേവിയുള്ള നല്ല അടിപൊളി മുട്ടക്കറി, നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന നല്ല അടിപൊളി മുട്ടക്കറിയാണ്. സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കാം.
പിന്നെ ഇന്ന് അതിൻ്റെ കൂടെ കഴിക്കാൻ അപ്പമാണ് കേട്ടോ. അപ്പത്തിൻ്റെ മാവൊക്കെ ഞാനിവിടെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം രാത്രി. അതൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ദേ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പം ദേ ചുറ്റിച്ചു. ഓരോന്നപ്പം അപ്പങ്ങളെമ്പാടും എന്താ ചുട്ടമ്മായി, അതുപോലെ അമ്മായി ഞാൻ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കോവയ്ക്ക് അരിയാൻ പോയി. കുറച്ച് രാവിലത്തെ കാര്യങ്ങളും കൂടെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഈ കോവയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉച്ചക്കത്തേക്ക് വേണ്ടി. എൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൊന്നുകുട്ടി എന്തോ കാര്യം ചോദിച്ചുകൊണ്ട് വന്നു, അത് പറയുകയാണ് കേട്ടോ. പൊന്നുകുട്ടിക്ക് രാവിലെ സ്കൂളിൽ പോകണം. അപ്പോൾ അന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നു കേട്ടോ, സോറി തെറ്റിപ്പോയി. നമുക്ക് കഴിഞ്ഞ ഒരു ചൊവ്വാഴ്ച അവധി ഉണ്ടായിരുന്നല്ലോ, ആ അവധി ഉള്ളൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്ക് വേണേൽ ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ അരിയാണ്. അപ്പോൾ അപ്പം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് നമുക്കിങ്ങനെ വീഡിയോസൊന്നും ഇപ്പോൾ അധികം എടുക്കാൻ പറ്റണില്ല കേട്ടോ. ബിസിയാണ് മൊത്തത്തിൽ കുഞ്ഞുങ്ങളുടെ കൂടെ. കണ്ണൻകുട്ടനെ ഇപ്പോൾ അംഗനവാടിയിലൊന്നും വിടാത്തത് കൊണ്ട് മൊത്തത്തിൽ ഞാൻ പകൽ നല്ല ബിസി ആയിരിക്കും കണ്ണൻകുട്ടൻ്റെ കൂടെയും. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ റേഷൻ ഓഫീസിൽ പോകണം കേട്ടോ. മന്നൻ ജയന്തി അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ആ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ദേ അപ്പം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. കോവയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ ദേ നമ്മുടെ മുട്ടക്കറി അടിപൊളിയായിരുന്നു. ഒരു പ്രാവശ്യം വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എടുത്തതാണ്. അപ്പോൾ നല്ല മുട്ടക്കറി, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, പെട്ടെന്ന് തയ്യാറാക്കാം, സിമ്പിളാണ്. അപ്പോൾ ദേ നമ്മുടെ അപ്പങ്ങളെല്ലാം ചുട്ടി ഞാൻ എടുത്ത് കേട്ടോ. അതിന് ശേഷം നമ്മുടെ റേഷന് കൊടുക്കുകയാണ്. റേഷൻ ഓഫീസിൽ പോകണം. അണ്ണൻ ആ മുട്ടക്കറിയും അതിൻ്റെ ഗ്രേവി പ്രത്യേകം എടുത്താണ് കഴിക്കുന്നത്. അപ്പോൾ ദേ അവിടെ രണ്ടുപേര് എണീറ്റിട്ടുണ്ട്. നമ്മുടെ പൊന്നുകുട്ടി, കണ്ണൻകുട്ടൻ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇവർക്ക് രാവിലെ വെള്ളം എടുത്ത് വെച്ചേക്കും കേട്ടോ. രാവിലെ വീട്ടിലൊക്കെ ഉള്ള ദിവസമാകുമ്പോൾ ഞാൻ രാവിലെ 3 കുപ്പി വെള്ളം നിറച്ച് വെച്ചേക്കും കേട്ടോ. ഈ വെള്ളം ഒരു 4 മണിക്കുള്ളിൽ തീർത്തേക്കണമെന്ന് ഞാൻ പറയും. ഇപ്പോൾ പിന്നെ നമ്മുടെ ഡോറ ചേച്ചി വന്നിട്ടുണ്ട് നമ്മുടെ കാർട്ടൂണിൽ, കൊച്ചു ടി വിയിൽ. നിങ്ങൾ വിചാരിക്കും ഇതാരാണെന്നല്ലേ, കൊച്ചു ടി വിയിലെ എൻ്റെ പൊന്നു, നമ്മുടെ പൊന്നുകുട്ടി കുഞ്ഞിലേ ആയിരുന്നപ്പോൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നൊരു പരിപാടിയാണ് ഡോറ ബുജി. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. ഈ സമയത്ത് നമ്മുടെ രാജേഷനും ജോലിക്ക് പോയി. ചെടിക്കൊക്കെ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ കൃഷിയൊക്കെ തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചീര അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃഷികളൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ദേ ചെടികളൊക്കെ നട്ടതിൽ വെള്ളമൊക്കെ ഒഴിച്ചു. ദേ രണ്ടുപേരും കൂടെ നടക്കുന്നത് കണ്ട. കണ്ണൻകുട്ടനും പൊന്നുകുട്ടിയും പല്ല് തേപ്പിക്കാനായിട്ട് ഇറക്കി. ഒരു സമയം 8-8:30 സമയമാണ് കേട്ടോ, ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല. കുഞ്ഞുങ്ങളെ ഒന്ന് പുറത്ത് പല്ലൊക്കെ തേപ്പിക്കാൻ വേണ്ടി ഇറക്കി. അങ്ങനെ അവർ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. അപ്പോൾ അത് കടിഞ്ചായ ഇപ്പോൾ ഉള്ളൊരു ശീലമായി. ഈ ഇടയ്ക്കൊരു പനി വന്നില്ലായിരുന്നോ, ആ പനി വന്നതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കടിഞ്ചായ കുടിക്കും. വളരെ ചീത്തയായിട്ടുള്ളൊരു ശീലമാണെന്ന് എനിക്കറിയാം. അതൊക്കെ അത് നിർത്തണം. പിന്നൊരു കാര്യം, ഞാൻ ഈ പ്രഭാത ഭക്ഷണമാണ് മെയിനായിട്ട് കഴിക്കുന്നത്. കുറച്ച് നാളായിട്ട് ചോറൊന്നും കഴിക്കുന്നില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റായിട്ട് കഴിക്കും. ഉച്ചയ്ക്ക് ചോറൂണ് കുറവാണ്. അപ്പോൾ ദേ രണ്ടുപേർക്കും മുട്ടക്കറിയും ഇതുമായിട്ട് കൊടുത്തു. കണ്ണൻകുട്ടൻ കണ്ടോ ആ ഗ്രേവി കഴിക്കുന്നത്, അപ്പോൾ നല്ല അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കണ്ണൻകുട്ടൻ ആ ഗ്രേവി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.